എല്ലാവർക്കും ഒരു ഞെട്ടലാണ്. എന്തുവാ ഇത്, ആരാ ഇത് എന്ന് പറഞ്ഞു. എനിക്ക് സിദ്ദിഖ് സാറിനെ പറ്റി പറയാം. ഇത് ആഞ്ഞു പിടിച്ച് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഗേറ്റ് വേ ഹെയർ ഫിക്സിങ്ങിലാണ്. മുടിയൊക്കെ പോയിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. സ്ത്രീകൾക്കൊക്കെ ഇതുപോലെ മുടി പൊഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും മുടി പൊഴിയുന്ന അല്ലെങ്കിൽ മുടി പോയിട്ടുള്ളവർക്ക് നമുക്ക് എന്താ ഹെയർ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാവുന്നതാണ്. ലിജോ ചേട്ടൻ്റെ മുടി ഇപ്പോൾ റെഡിയാക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ മൊത്തത്തിൽ മുട്ടയാണ്. ഇനിയിപ്പോൾ മുടിയൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി ലിജോ ചേട്ടൻ്റെ ഇനി മുടി വെച്ചതിന് ശേഷമുള്ള ലുക്ക് നമുക്ക് കാണാം. പുള്ളങ്ങ് ചെറുപ്പക്കാരനായല്ലോ, പോളി കുറച്ചുകൂടെ ചുള്ളനായി. മുടി വലിച്ചു നോക്കിയാൽ പോവോ? ട്രൈ ചെയ്തോ? ഇത് ആഞ്ഞു പിടിച്ച് വലിച്ചു വയ്ക്കോ? ഞാൻ തമാശല്ല പറഞ്ഞത്. വലിച്ചോ? ആഞ്ഞു പിടിച്ച് വരത്തില്ല കേട്ടോ. ഇത് നല്ല ഇപ്പം ഇതുണ്ടോ, ഇപ്പം നമ്മുടെ തലയോട്ടിൽ നിന്ന് കിളിക്കുന്ന ഫീലാണ്. ഇതുണ്ടോ? സത്യം അല്ലേ? ഇത് ഈ രീതിയിലുള്ള ഹെയർ ഫിക്സിങ് ആരും ചെയ്തിട്ടില്ല. പെർഫെക്ഷൻ. നമുക്ക് ഏത് സ്റ്റൈലിലും ചെയ്യാം. ഇപ്പം നേരത്തെ നമ്മൾ കാണിച്ചപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹെയർ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണിച്ചത് നനവുണ്ടായിരുന്നു അല്ലേ? ഇപ്പം കണ്ടോ ഡ്രൈ ഹെയർ ആണ്. നമ്മുടെ തലയോട്ടിയുടെ ഫിനിഷിങ് കണ്ടോ? ഒരു മനുഷ്യനും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുപോലെ ചെയ്തു കൊടുക്കും. വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും പക്ക മാച്ചിങ് ഫിനിഷിങ് ചെയ്തിട്ട് വിടത്തുള്ളൂ. അതെ. ഇപ്പോൾ ഒറ്റ കാര്യം പറയുമ്പോൾ ഫോട്ടോ നമ്മൾ നിൽക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയും. എത്രയൊക്കെയാണെങ്കിലും മുടിയില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇത് കാണും. ഞാനും കൂടുതൽ ഫോട്ടോയ്ക്ക് നിൽക്കത്തുമില്ല. അതല്ല, ബിക്കോസ് ആ കോൺഫിഡൻസ് ലെവൽ ഇല്ലാത്തത് കൊണ്ടാണ് പുള്ളി ഫോട്ടോയ്ക്ക് നിൽക്കാത്തത്. ഇപ്പൊ പുള്ളി ആര് വിളിച്ചാലും ഫോട്ടോ. ആക്ച്വലി ഇത് ഞാൻ ഫസ്റ്റ് ടൈം റെഡിയാക്കി ഞാൻ പോയപ്പോൾ എൻ്റെ ഓഫീസിൽ ഞാൻ കയറി പോകുമ്പം റെഗുലറായിട്ട് ഞാൻ പോയി എൻ്റെ ബാഗൊക്കെ വെക്കുന്ന സ്ഥലത്ത് പോകുമ്പം എൻ്റെ ഫ്രണ്ട് ഓഫീസിലെ ആൾക്കാർ എന്നെ പിടിച്ച് നിർത്താൻ എല്ലാവർക്കും ഒരു ഞെട്ടലാണ്. എന്തുവാ ഇത്, ആരാ ഇത് എന്ന് പറഞ്ഞുള്ള ആർക്കും മനസ്സിലാവും. അപ്പം ഞാൻ പെട്ടെന്ന് പോയി എൻ്റെ ബാഗ് വെക്കാൻ നേരമാണ് അവർ ലിജോ ആണല്ലോ ഇത്, അവിടെ ആണല്ലോ വെക്കുന്ന ബാഗ്. അങ്ങനെയാണ് അവരെന്നെ പെട്ടെന്ന് മനസ്സിലാക്കും. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എല്ലാവരും എന്നെ ഒരു നോട്ടമാണ്, എന്താണ് വ്യത്യാസം. അതിനേക്കാളും വൈഫിന് ഞാൻ ഇത് സെറ്റ് ചെയ്യാൻ പോകുമെന്ന് അറിഞ്ഞപ്പം വൈഫ് ആദ്യം പുള്ളിക്കാരിക്ക് ഇഷ്ടമില്ലായിരുന്നു. പുള്ളിക്കാരി എന്നെ ഫോണിൽ കൂടി പറഞ്ഞത് അത് വേണ്ട എനിക്ക് ഇഷ്ടമില്ല പോവല്ലേ. ഞാനത് റെഡിയാക്കി വീട്ടിൽ ചെന്ന് പുള്ളിക്കാരി അത് ശരിക്കും എന്നെ കണ്ടപ്പോഴാണ് പറഞ്ഞത് സാറ്റിസ്ഫൈ ആയത് പുള്ളിക്കാരി. എന്ന് വെച്ചാൽ പുള്ളിക്കാരി വേറെ എക്സ്പീരിയൻസ് കണ്ടിട്ടുണ്ടല്ലോ, വേറെ ആൾക്കാരെ കണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫിനിഷിങ്, ഇങ്ങനെ ഒരു ക്ലാരിറ്റി ഞങ്ങൾ ഉദ്ദേശിച്ചില്ല. ഭയങ്കര വ്യത്യാസം. ഓരോരുത്തരും എൻ്റെ ഓഫീസിൽ ഞാൻ വെളിയിൽ വരുമ്പോൾ എന്നെ അറിയുന്ന ആൾക്കാർ ഒന്ന് നിന്ന് പിന്നെ നോക്കുവാണ് എന്നെ. അവർ നോക്കിയിട്ട് ലിജോ ആണോ, എന്തോ ലിജോ, ഭയങ്കര എന്നോട് ഒത്തിരി പേര് ചോദിച്ചു ഇത് എങ്ങനെയാ എവിടെ നിന്നാ ചെയ്തത്, ഭയങ്കര വ്യത്യാസമുണ്ടല്ലോ. ഞാൻ പിന്നെ ആൾക്കാരോട് ഒത്തിരി പേര് പറഞ്ഞു, ഡോക്ടർ സാറിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഇതാണ് ഇത് അടിപൊളി. നിങ്ങൾക്ക് തന്നെ ആൾക്കാർക്ക് ഒരു പ്രത്യക്ഷം ഒരു ഉദാഹരണം തന്നെ ഞാൻ കാണിച്ചു കൊടുത്തു. നോ ഡൗട്ട് അടിപൊളിയാണ്. ആൾക്കാർ എൻ്റെ പള്ളിയിലാവട്ടെ ഒത്തിരി പേര് വന്ന് നിന്ന് എന്നോട് സംസാരിച്ചു, ചോദിച്ചു ഇത് എങ്ങനെയാണ്. ഒത്തിരി പേരുടെ മനസ്സിൽ ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോക്ക് ഞാൻ നിൽക്കത്തേ ഇല്ലായിരുന്നു. ഞാൻ മാക്സിമം ഫോട്ടോ അവോയ്ഡ് ചെയ്യുന്ന ആളാണ്. ഇപ്പം കൂടുതലെടുത്തു. അത് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടല്ലേ ഫോട്ടോ മനസ്സിൽ നമുക്കൊരു ഞാൻ ഇപ്പം ഒരു വ്യത്യാസം, ഭയങ്കര വ്യത്യാസം. ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കും. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഡോക്ടർ സേവ്യർ ആണ്. ഡോക്ടർ, ഇപ്പോൾ പലർക്കും പല സംശയങ്ങളുണ്ടാവും. ഇത് ടെമ്പററി ആണോ, പെർമനൻ്റ് ആണോ, ഇനിയിപ്പോൾ മുടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചാൾ കഴിയുമ്പോഴത്തേന് സർവീസിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ ഡാമേജ് ആയി പോവോ, അങ്ങനെ കുറേ ഡൗട്ട് കാര്യങ്ങളുണ്ട്. അതേപോലെ ഡൗട്ട് എനിക്കും ഉണ്ട്. അപ്പോൾ ഈ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി. നമ്മൾ ഹെയർ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ ആളിനെ ഡിസൈൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു തുണിക്കടയിൽ പോയി ഒരാൾക്ക് ഒരു ഡ്രസ്സ് വേണം, ഒരു ലേഡിക്ക് അവരുടെ രൂപകൽപ്പനയ്ക്ക് അനുസരിച്ച് ഒരു ഡിസൈൻ കൊടുത്തിട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഹെയർ ഫിക്സിങ്. ഹെയർ ഫിക്സിങ്ങിൻ്റെ സങ്കല്പം ആൾക്കാരുടെ ഉള്ളിൽ ഒരു വിഗ് എന്നുള്ള ചിന്തയാണ്. വിഗ് വെച്ചാൽ തലയിൽ ചട്ടി കമത്തിയ പോലെ ഇരിക്കും എന്നുള്ള ഫീലിംഗ്. അതൊക്കെ പഴയ കാലം, പണ്ടത്തെ കാലമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം പല അഡ്വാൻസ് ടെക്നിക്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ തലയോട്ടിൽ നിന്ന് കിളിക്കുന്ന ഫീലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഫിക്സിംഗ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഒരാൾ വന്ന് തൊട്ടാലും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിന് ഉദാഹരണമായിട്ട് എൻ്റെ ഒരു കസ്റ്റമറുണ്ട്, 24 വർഷമായി പുള്ളി എൻ്റെ അടുത്ത് ചെയ്യാൻ തുടങ്ങി. അയാൾ കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ വന്ന് കാണാൻ വന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഡയലോഗാണ്, സാറേ 24 വർഷം മുമ്പാണ് ഞാൻ കല്യാണം കഴിച്ചത്, ഇതേവരെ എൻ്റെ ഭാര്യ എൻ്റെ കഷണ്ടി കണ്ടിട്ടില്ല. അതുപോലെ അവർക്ക് ആർക്കും പിടികിട്ടാൻ പറ്റാത്ത രീതിയിലുള്ള ഫിനിഷിങ്ങിൽ ചെയ്ത് എടുക്കാൻ പറ്റും. ഒരാൾ തൊട്ടാലും അറിയില്ല, കുളിക്കാം, കിടന്നുറങ്ങാം, ഇത് ആഞ്ഞു പിടിച്ചിട്ട് ഞങ്ങൾ ലൈവായിട്ട് നിങ്ങൾക്ക് ഹെയർ ഫിക്സ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ ഇതിൽ ഡിസൈനിങ് ഉണ്ട്.
നമ്മളിപ്പം കടയിൽ വിഗ് കിട്ടും, ആ വിഗ് എടുത്ത് തല വെക്കുന്നു, അങ്ങനെയല്ല. നമ്മൾ അവർക്ക് വേണ്ടി കസ്റ്റം മേക്കാണ് ചെയ്യുന്നത്. കസ്റ്റം മേക്ക് ഇൻ ദ സെൻസ് ഈ ഒരാളുടെ തലയുടെ ഷേപ്പ് ഒട്ടിയാണ് ഇരിക്കുന്നത്, ഇല്ലെങ്കിൽ ഇച്ചിരി നെറ്റി കൂടുതലാണ് ഇരിക്കുന്നത്. അപ്പം ആ ആൾക്ക് വെക്കുന്നത് തന്നെ ഈ ആൾക്ക് വെക്കാൻ പറ്റില്ല. അപ്പം അത് നമ്മൾ ഡിസൈൻ ചെയ്യണം, നമ്മൾ വരയ്ക്കണം. വരച്ചിട്ട് അവരുടെ നെറ്റി ഇത്ര ഉണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ സങ്കല്പിക്കണം. എന്നിട്ട് നമ്മൾ വരച്ചിട്ട് അതിൻ്റെ അളവെടുത്തിട്ട് അതേപോലെ ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അല്ലാതെ ഈസി ആയിട്ട് ചുമ്മാ എന്തോ ഒരു സാധനം കയറ്റി വെച്ചിട്ട് വിടുന്ന സംഭവമല്ല. നമ്മൾ ഗേറ്റ് വേ ഹെയർ ഫിക്സിങ്ങിൻ്റെ എല്ലാവരും ട്രെയിൻഡ് സ്റ്റാഫാണ്. ഇപ്പം എന്നെ തന്നെ വന്ന് കാണണമെന്നൊന്നും നിർബന്ധമില്ല. പിന്നെ കാണേണ്ടവർ ഞാൻ ബിക്കോസ് അവർക്ക് നിർബന്ധമാണ് എന്നെ തന്നെ കാണണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, ഐ വിൽ മേക്ക് മൈസെൽഫ് അവൈലബിൾ. അത് പ്രോബ്ലം ഉള്ള കാര്യം. റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള ഹെയർ ഫിക്സിംഗ് എന്നും പറഞ്ഞിട്ട് സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് റീസെൻ്റ് ആയിട്ട്. അപ്പം അവരെ അപേക്ഷിച്ചിട്ട് ഗേറ്റ് വേ ഹെയർ ഫിക്സിങ്ങിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? എനിക്ക് ആക്ച്വലി കുറേ ആൾക്കാർ തുടങ്ങുന്നതാണ് ഇഷ്ടം. ഓക്കെ, അവർ നശിപ്പിച്ച് വരുമ്പോൾ എൻ്റെ അടുത്ത് വരുമല്ലോ. അത് കൊള്ളാം. അതാണ് ഗേറ്റ് വേയുടെ സ്പെഷ്യാലിറ്റി. ഗേറ്റ് വേ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ള ഹെയർ ഫിക്സിങ് എവിടെയില്ലെന്ന് പറയാം. എവിടെയില്ല, വേൾഡിലില്ലെന്ന് പറയാം. 30 വർഷം പാരമ്പര്യമുള്ള ഒരു ഹെയർ ഫിക്സിങ്ങും ഇല്ല. 30 ബ്രാഞ്ച് ഉണ്ട് നമുക്ക്. പിന്നെ അതുമല്ല, നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റീസ് ആണ് നമ്മുടെ അടുത്ത് വന്ന ഹെയർ ഫിക്സിങ് കൂടുതലായിട്ടും. നമ്മുടെ കേരളത്തിലുള്ള 3/4 സെലിബ്രിറ്റീസും എൻ്റെ കസ്റ്റമർ. എക്സാമ്പിൾ, എനിക്ക് സിദ്ദിഖ് സാറിനെ പറ്റി പറയാം. സിദ്ദിഖ് സാറ് നമ്മുടെ ഗേറ്റ് വേ ഹെയർ ഫിക്സിങ്ങിന്റെ ബ്രാൻഡ് അംബാസിഡർ. അദ്ദേഹത്തിന്റെ ഫിനിഷിങ്ങിന്റെ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് 26 വർഷമെങ്കിലും നമ്മൾ ഹെയർ ഫിക്സിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഡൗട്ട് എന്ന് വെച്ചാൽ ഇപ്പം കുറെ ബാംഗ്ലൂർ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണുന്നതാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ഹെയർ ഫിക്സ് ചെയ്യാന്നിരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് അവർ ബാംഗ്ലൂർ വിടുകയാണ്, നാട്ടിലോട്ട് പോവാണ്. പിന്നെ ബാംഗ്ലൂരായിട്ട് ഒരു കോൺടാക്ട് ഇല്ല, നാട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാരാന്നിരിക്കട്ടെ. അപ്പൊ അവർക്ക് പിന്നീട് ആഫ്റ്റർ സർവീസോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഒരു സൊല്യൂഷൻ? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 30ഓളം ബ്രാഞ്ചുകളുണ്ട്. അവർക്ക് എവിടെ അവരുടെ വീടിന്റെ അടുത്ത് തന്നെ ആയിരിക്കും നമ്മുടെ ബ്രാഞ്ച്. ബിക്കോസ് നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും, കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ബ്രാഞ്ചസ് ഉള്ളതാണ്. ബാംഗ്ലൂരിൽ പിന്നെ നമുക്ക് ഇവിടെ സൗത്ത് എൻഡ് റോഡിലാണ്, കർണാടക സ്റ്റേറ്റിൽ ഹുബ്ലിയിലുണ്ട്, മംഗലാപുരത്തുണ്ട്, ബാംഗ്ലൂരുണ്ട്. അപ്പൊ 3 ബ്രാഞ്ചസ് ആണ് കർണാടക സ്റ്റേറ്റിലുള്ളത്. ബാക്കി നമുക്ക് ഡൽഹിയിലും ഉണ്ട്, ഹൈദരാബാദിലുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് നിങ്ങൾക്ക് ആ സർവീസ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഹെയർ ഫിക്സ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ സർവീസിൻ്റെ കാര്യങ്ങൾ, സർവീസ് എന്ന് പറയുന്നത് നമ്മൾക്കൊരു വലിയ ഹെഡേക്ക് ആയിട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അതിലൊന്നും വലിയ സംഭവമൊന്നുമില്ല. ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ആണോ അങ്ങനെയെന്ന് പറഞ്ഞാൽ അതങ്ങനെയല്ല. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ആദ്യമായിട്ട് അവർ വന്നാൽ പോലും അവർക്കും ഫ്ലെക്സിബിളാണ്. എന്തിനെന്ന് പറഞ്ഞാൽ മുടി വെട്ടാത്ത ഒരാളും ഇല്ലല്ലോ, എല്ലാ മനുഷ്യരും മുടി വെട്ടുന്ന ആ സമയത്ത് വന്നാൽ മതി. ഇത് ഇടയ്ക്കിടയ്ക്കൊന്നും വരേണ്ട കാര്യം. മുടി വെട്ടുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് വിടും. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത മുടി വെട്ടിട്ട് വന്നാൽ മതി. അല്ല, അവരിവിടെ ഇല്ല, ഗൾഫിലും US-ലും UK-ലും ഒക്കെ ആണെങ്കിൽ ഇപ്പം അവിടെയും അവർക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം. ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും, വീട്ടിൽ തന്നെ ചെയ്യാം. വലിയ പണിയുള്ള കാര്യമൊന്നുമില്ല. അത് ഈസി മെത്തേഡാണ്. അവരവർക്ക് ചെയ്യാം, ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ വരാൻ പറ്റാത്ത ആൾക്കാർക്ക് അവർക്ക് സ്വന്തമായിട്ട് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അവർക്ക് എങ്ങനെ ചെയ്യുന്നത് വലിയ ടാസ്ക് ഒന്നുമല്ല. എന്തായാലും കുറെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്റെ മെയിൻ ആയിട്ടുള്ള ഡൗട്ട് എന്ന് വെച്ചാൽ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഒറിജിനൽ മുടിയും ഈ ഫിക്സ് ചെയ്യുന്ന മുടിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളൊരു ഡൗട്ട്. നിങ്ങൾ നോക്കിയോ, നേരിട്ട് നമ്മൾ കാണിച്ചു തരും. ശരി. അതുമല്ല, പല ആൾക്കാര് എന്താ ട്രാൻസ്പ്ലാന്റ് ഉണ്ടല്ലോ, മുടി കിളിപ്പിച്ചാൽ മതിയല്ലോ, എല്ലാവരുടെ ധാരണയാണത്. ട്രാൻസ്പ്ലാന്റ് ഉണ്ട്. എനിക്ക് 30 വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമുക്ക് 30 ബ്രാഞ്ചുകളുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഒരു ക്യാബിൻ ഹെയർ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി സെറ്റ് ചെയ്യാം. ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. എല്ലായിടത്തും ബ്രാഞ്ച് ഉണ്ട്. ഒരു ട്രാൻസ്പ്ലാന്റ് ക്യാബിൻ എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും സംഗതിയൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒരാളുടെ തല മുട്ടയടിക്കുക, അത് കഴിഞ്ഞിട്ട് അവരുടെ തലയിലുള്ള വേര്, ആ ഹെയർ റൂട്ട്സ് എടുക്കുക, അത് ജസ്റ്റ് വീണ്ടും അത് തന്നെ എടുത്ത് പഞ്ച് ചെയ്യുക. ഇപ്പം ആൾക്കാരുടെ ചിന്ത എന്താണ്, നമ്മൾ ഈ സൈഡിലെ മുടിയാണ് ഡോണർ ഹെയർ. ആ ഡോണർ ഹെയർ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ട്രാൻസ്പ്ലാന്റ് പുതിയ സ്ഥലത്തോട്ട് ചെയ്യുമ്പോൾ ഈ ഹെയർ 10 എണ്ണം പൊട്ടിക്കിളിക്കുമെന്നാണ് ധാരണ. പക്ഷെ അങ്ങനെയൊന്നും പൊട്ടിക്കിളിക്കൊന്നുമില്ല. ഒരെണ്ണം ഇവിടുന്ന് എടുത്താൽ അവിടെ ഒരെണ്ണം കുറയുകയാണ് ചെയ്യുന്നത്. 100 എണ്ണം എടുത്താൽ 100 എണ്ണം കുറയും.
ഒരു സൈഡിൽ പിന്നെ അത് മാത്രമല്ല, ഇത് എടുത്തിട്ട് സേഫായിട്ട് ഇവിടെ 100 എണ്ണം ഇവിടെ കിളിക്കുമെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് 100 എണ്ണം എടുത്ത ഒരു 10 എണ്ണം ചിലപ്പോൾ ജീവനോടുണ്ടാവും, 90 എണ്ണം പോയി. പിന്നെ അതുമല്ല, നമുക്ക് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി തിക്കായിട്ടൊന്നും ഹെയർ വരില്ല. അവിടെ ഇവിടെ ഞാറുനട്ട പോലെ ഇരിക്കും. ഫിനിഷിങ് ഒരിക്കലും ഉണ്ടാവില്ല. നമ്മുടെ കഷണ്ടി മറിയൂ എന്നുള്ള ധാരണയും വേണ്ട. കഷണ്ടി ആയിട്ട് തന്നെ ഇരിക്കും, പക്ഷെ നമ്മളെന്തോ ചെയ്തു എന്നുള്ള ഫീലിംഗ് നമുക്ക് സ്വയമേ ഉണ്ടാവും. പുറമേ ഉള്ള ആൾക്കാർ കാണുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ ഈ സൈഡിലെ മുടി പോയി കിട്ടുകയും ചെയ്യും. നമ്മൾക്ക് ഈസിയാണ്. ഒരുപക്ഷെ ഒരു കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ, നമ്മൾ സർജറി ആണെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിനെ വെച്ച് സർജറി ചെയ്ത് റെഡിയാക്കും. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ചയിൽ മംഗലാപുരത്ത് നിങ്ങൾക്ക് ന്യൂസ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും, ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരാൾ മരിച്ചുപോയി. സർജറി ഞാനത് കണ്ടത്. ഇതുപോലെ തന്നെ സൈഡ് എഫക്ട് വന്നിട്ട് അല്ല, ഇമ്മീഡിയറ്റ് മരണം ഉണ്ടായി. ആ സ്ഥാപനത്തിൽ തന്നെ ആള് മരിച്ചു. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഇത്രയും ജീവൻ കൊടുത്തിട്ടുള്ള മുടിവെപ്പിന്റെ ആവശ്യമില്ലല്ലോ. അത് അത്ര റിസ്കി ആയിട്ട് പോകേണ്ട കാര്യം. നമ്മളിപ്പം ഇത് ഹെയർ ഫിക്സിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പ്ലാന്റിനെ വെല്ലും. അങ്ങനെ ഉണ്ടെങ്കിൽ ഫിലിം സ്റ്റാർസ് ആരും എല്ലാവരും അങ്ങോട്ട് തന്നെ പോവില്ലേ? അങ്ങനെയൊന്നും ഇറ്റ് ഈസ് നോട്ട് എ സക്സസ്ഫുൾ ടെക്നിക്. നമുക്ക് മുടി ചുമ്മാ കിളിക്കും. ഇപ്പോൾ ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ 100% ഗ്യാരണ്ടി ആണോ എന്ന് ചോദിച്ചാൽ അവർ പറയും ഇത് 100% ഗ്യാരണ്ടി ആണ്, മുടി കിളിക്കുമെന്ന് പറയും. പക്ഷെ എത്ര കിളിക്കുമെന്ന് അവർ പറയുന്നില്ല. എത്ര കിളിക്കുമെന്ന് പറയുന്നതിലാണ് രഹസ്യമുള്ളത്. ഇപ്പം കിളിക്കും, ഒരു മുടി കിളിപ്പിക്കാം, കുഴപ്പമില്ല. ആ ഒരു മുടിയും കൊണ്ട് എന്ത് കാണിക്കാനാണ്? ഒന്നും കാണിക്കാനില്ല. പക്ഷെ നമുക്ക് ഹെയർ ഫിക്സിങ് ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട്, നമ്മൾ ഗേറ്റ് വേ ഹെയർ ഫിക്സിങ് ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഹെയർ വരും. ഇഷ്ടമുള്ള ഡിസൈനിൽ ഹെയർ ഫിക്സ് ചെയ്യാം, ഇഷ്ടമുള്ള ഡിസൈനിൽ. ഇപ്പോൾ ഒരാൾക്ക് ഇവിടെ മാത്രം ചെയ്യണം, ചെയ്യാം. ഫ്രണ്ട് മാത്രം ചെയ്യണം, ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യും. കൂടുതൽ ആൾക്കാരും കംപ്ലീറ്റ് ആയിട്ട് മുടി പോയിട്ടല്ലേ ചെയ്യുന്നത്, കൂടുതലായി കിട്ടും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആക്ച്വലി എൻ്റെ അടുത്ത് കസ്റ്റമേഴ്സ് വരുമ്പം ചില കസ്റ്റമേഴ്സ് ഇപ്പം ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വലിയ നടൻ, പ്രായം കൂടിയ നടൻ ആരാണെന്ന് അറിയാമല്ലോ. ഞാൻ പേര് പറയില്ല. ആ ആളുടെ മുടി വെച്ചതാണ്. പക്ഷെ അയാൾ കഷണ്ടി ആയിട്ട് ഒരു മനുഷ്യനും ഇതേവരെ കണ്ടിട്ടില്ല. അയാളുടെ സ്റ്റൈൽ ഇപ്പോഴും അയാൾ അതിലിച്ചിരി വെള്ളമുടി കൂട്ടിയിട്ട് ഇപ്പം ക്ലൂ കിട്ടിയല്ലോ. അപ്പൊ അങ്ങനത്തെ രീതിയിൽ സൂക്ഷിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അവർക്ക് മുടി കുറച്ച് കുറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ വന്ന് ഹെയർ ഫിക്സ് ചെയ്യും. ആരും ഒരു മനുഷ്യൻ കണ്ടുപിടിക്കത്തില്ല. നമ്മുടെ ഈ മലയാളം വലിയ വലിയ ഫേമസ് നടന്മാരും ഉണ്ട്. ഞാൻ ആരുടെ പേര് പറയില്ല, പക്ഷെ സിദ്ദിഖ് സാറിന്റെ പേര് ഞാൻ പറയും. എന്തെന്ന് പുള്ളി നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ, എക്സ്പേർട്ട് ആയിട്ടുള്ള സ്റ്റാഫ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതില് അല്ലെ വറിയിടാവേണ്ട ആവശ്യമൊന്നും ഒരു വറിയും ചെയ്യില്ല. പിന്നെ ലേഡീസിന് നമ്മൾ ചെയ്ത് കൊടുക്കും. ലേഡീസിന്റെയും ഹെയർ ഫിക്സിങ്, ഹെയർ എക്സ്റ്റൻഷൻ ഒക്കെ നമ്മൾ ചെയ്യും. ഇപ്പം അമ്മച്ചിമാർക്ക് ഇവിടെ മാത്രം കുറവുണ്ടെങ്കിൽ അവിടെ മാത്രം കൂട്ടിത്തരാം. വിഗ് വെക്കുന്ന പോലൊന്നുമല്ല, അവരുടെ സ്വന്തം മുടി. ഇപ്പൊ വലിച്ചിട്ട് 2 വെള്ള മുടി നിറച്ച് വേണമെന്ന് പറഞ്ഞാൽ അതും ചെയ്ത്. ഇപ്പോഴും 24-25 വയസ്സുള്ള പെൺകുട്ടികൾക്ക് അതുപോലെ മുടി നന്നായിട്ട് പൊഴിയുന്നുണ്ട്. അവർക്കൊക്കെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യാം, ഹെയർ ആഡ് ഓൺ ചെയ്യാം. കുഴപ്പം പല പല ടെക്നിക്ക് ഉണ്ട്, ചെയ്യാൻ പറ്റും. എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് കുറേ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്കും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് എന്തായാലും സേവർ സാർ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം നിങ്ങൾ ഇവിടെ വരിക, ഹെയർ ഫിക്സ് ചെയ്യുക. ഇനി മുടി പൊഴിഞ്ഞു പോകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ മുടിയില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷമോ സങ്കടമോ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻസ് അല്ലെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. മുടിയില്ലാത്തതിൻ്റെ പേര് നിങ്ങളെ ആരെങ്കിലും ഇനി കളിയാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാം. ഗേറ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആവശ്യമുള്ളവർ വരിക, ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇവരുടെ കോൺടാക്ട് നമ്പറും ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം.